നമുക്ക് നമ്മുടെ ഈ സെക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈനറ്റിക് തിയറി ആയിരുന്നു. സോ കൈനറ്റിക് തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള തെർമോഡൈനാമിക്സിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, സോ ഷാൽ വി മൂവ്? ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് ടേംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് ടേംസ്. അതേസമയം അതിനുശേഷം നമ്മൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്, അതായത് നമുക്ക് 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ട് കുറേ ലോസ് ഉണ്ട് തെർമോഡൈനാമിക്സിൽ. ആ ലോസ് എല്ലാം നമുക്ക് പറയാം. സോ ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നോക്കൂ, തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹീറ്റ്, അല്ലേ? ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട സയൻസാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ആളുകൾ വിചാരിച്ചിരുന്നത് തെർമോഡൈനാമിക്സിൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്തോ ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. അവരതിനെ കലോറിക് എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? നിങ്ങൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സിൻ്റെ ആദ്യകാലങ്ങളിൽ അതിനെ കലോറിക് തിയറി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ കലോറിക് എന്താണ്? കലോറിക് എന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് ഒരു ഫ്ലൂയിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ്. ആ സബ്സ്റ്റൻസ് ഒരു വസ്തുവിലേക്ക് കയറുമ്പോഴാണ് അത് ചൂടാവുന്നതെന്നാണ് പണ്ട് കാലത്ത് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടല്ല, ഒരു ഫ്ലൂയിഡ് ഒന്നും അല്ല. അതെന്താണ്? പാർട്ടിക്കിൾസിൻ്റെ മോഷനാണ്, കൈനറ്റിക്, അല്ലേ? കൈനറ്റിക് തിയറി, അതാണ് കൈനറ്റിക് തിയറി വരുന്നത്. അപ്പോൾ കൈനറ്റിക് തിയറി പറയുന്നത് എന്താണ്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഒന്നല്ല. അതെന്താണ്? കുറേ പാർട്ടിക്കിൾസ് കൂടി ചേരുമ്പോൾ അവ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴും അവ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു ഇതിലാണ് നമുക്ക് തെർമോഡൈനാമിക്സ് ഈ കൈനറ്റിക് തിയറിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിസ്റ്റം എപ്പോഴും നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സിസ്റ്റം കൺസിഡർ ചെയ്യും. നമ്മളിപ്പോൾ സിസ്റ്റം ഇങ്ങനെ പറയും, അല്ലേ? അപ്പോൾ എന്താണ് സിസ്റ്റം? ഒരു സിസ്റ്റം എന്നാണ് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്താണ്? ഇപ്പോൾ നമ്മൾ ലാബിൽ, ഒരു കെമിസ്ട്രി ലാബിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്താണ്? നമ്മുടെ സിസ്റ്റം ആ ബീക്കറിലുള്ള ആ വെള്ളം, അല്ലേ? അതിലേക്ക് നമ്മൾ മറ്റു റിയാക്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന റിയാക്ഷൻ, അല്ലേ? ഇതാണ്. അപ്പോൾ പുറത്തേക്ക് ഹീറ്റ് പുറത്ത് വിടുന്ന ഇതിനാണ് നമ്മൾ എക്സോതെർമിക് എന്ന് പറയും. ഹീറ്റ് അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് നമ്മൾ എൻഡോതെർമിക് എന്ന് പറയും, അല്ലേ? അങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിനെല്ലാം ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിനകത്ത് നമുക്ക് സിസ്റ്റം സറൗണ്ടിങ് ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് ടേംസ് ഉണ്ട്. അതിൽ ഒരു ടേമാണ് അഡിയബാറ്റിക് വാൾ, അല്ലെങ്കിൽ വാൾസ്, ഡിഫറെൻറ്റ് വാൾസ്. നമ്മൾ സിസ്റ്റത്തിൻ്റെ ബോർഡറിനെയാണ് വാൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിനെയാണ് നമ്മൾ വാൾ എന്ന് വിളിക്കുന്നത്. സോ ഈ സിസ്റ്റം തന്നെ ചിലപ്പോൾ നമ്മൾ പാർട്ടീഷൻ ചെയ്യും, രണ്ട് ഭാഗമായിട്ട് തിരിക്കും. ആ തിരിക്കുന്ന രണ്ട് ഭാഗത്തിന് തിരിക്കുന്ന വാളിന് നമ്മൾ പല പ്രോപ്പർട്ടീസും കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ചില വാളിന് എന്ത് ചെയ്യും? ഹീറ്റ് കടത്തിവിടാൻ, പക്ഷേ എന്ത് കടത്തി പറ്റില്ല? പാർട്ടിക്കിൾസിനെ കടത്തിവിടാൻ പറ്റില്ല. ചില വാൾസിന് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിൾസിനെ കടത്തിവിടാൻ പറ്റും, പക്ഷേ ഹീറ്റും എനർജിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിഫറെൻറ്റ് നേച്ചേഴ്സ് ഉള്ള വാൾസ് ഉണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഡിയബാറ്റിക് വാൾ. ഓക്കെ, ഒരു അഡിയബാറ്റിക് വാൾ. എന്താണ് അഡിയബാറ്റിക് വാൾ? ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റിംഗ് വാൾ. അഡിയബാറ്റിക് വാൾ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റിംഗ് ആണ്. ഇൻസുലേഷൻ എന്നതാണ് ടെമ്പറേച്ചർ. നമ്മൾ കണ്ടക്ഷൻ പ്രോസസ്സിൽ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പം ഒരു ഇരുമ്പ് നമ്മൾ ഒരു അറ്റത്ത് പിടിച്ച് മറ്റേ അറ്റം ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന എന്തും ചൂടാവും, അല്ലേ? അതെന്താണ്? കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോഡ് എടുത്തിട്ട് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ ആ ചൂടാക്കി ആ പ്ലാസ്റ്റിക് ഉരുകി പോകുക എന്നല്ലാണ്ട് നമ്മുടെ കൈ ചൂടാവുമോ? ഇല്ല. അവിടെ കാരണം എന്താണ്? അവിടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹീറ്റിൻ്റെ ഇൻസുലേറ്റേഴ്സ് ആണ്. അത് ഹീറ്റ് കടത്തി വിടാത്ത മെറ്റീരിയൽസിനെ നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയാം. അപ്പോൾ ഇൻസുലേറ്റിംഗ് വാളാണ് എന്ത്? അഡിയബാറ്റിക് വാൾ. ഓക്കെ, അപ്പോൾ അഡിയബാറ്റിക് വാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഹീറ്റ് പാസ് ചെയ്യില്ല. ദാറ്റ് ഡസ് നോട്ട് അലോ ഫ്ലോ ഓഫ് എനർജി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അപ്പോൾ ഹീറ്റ് പോലെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ടും എനർജി നമുക്കിവിടെ തെർമോഡൈനാമിക്സ് നമുക്കുള്ള കൺസിഡർ ചെയ്യുന്ന നമ്മൾ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ്. സോ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നില്ല, അത് കാരണം എനർജി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം വാൾസിനെയാണ് നമ്മൾ അഡിയബാറ്റിക് വാൾസ് എന്ന് പറയുന്നത്. ഈ അഡിയബാറ്റിക് വാൾസ് മാത്രമേ ഉള്ളൂ നമുക്ക് അല്ല, നമുക്ക് മറ്റൊരു തരം വാൾസ് ഉണ്ട്. ദേ ആർ കോൾഡ് ഡയാതെർമിക് വാൾ. ഓക്കെ, എന്താണ് ഡയാതെർമിക് വാൾ? ഡയാതെർമിക് വാൾ ഇസ് ദ കണ്ടക്റ്റിംഗ് വാൾ. അപ്പം നേരത്തെ പറഞ്ഞ ഇൻസുലേറ്റിംഗ് വാൾ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ കണ്ടക്റ്റിംഗ് വാൾ ദാറ്റ് അലൗസ് എനർജി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഈ കണ്ടക്റ്റിംഗ് വാൾസിൻ്റെ കേസ് നമുക്ക് പാർട്ടിക്കിൾസിന് അത് ബ്ലോക്ക് ചെയ്യും, പക്ഷേ എനർജി പാസ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇത് ഏതുപോലെയാണ്? നമ്മൾ ഒരു ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാൾ വെക്കുന്ന പോലെയാണ്. രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറുള്ള രണ്ട് റൂമിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ടക്റ്റിംഗ് വാൾ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റേ റൂമിന് ഈ റൂമിലേക്ക് എന്ത് ചെയ്യും? ചൂട് പ്രവഹിക്കും അല്ലെങ്കിൽ ഹീറ്റ് പ്രവഹിക്കും. സോ ഇത്തരം വാൾസ് നമ്മൾ ഡയാതെർമിക് വാൾ എന്ന് വിളിക്കുന്നത്. സോ കണ്ടോ, ഹീറ്റ് ഇവിടെ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, ഹോട്ടിൽ നിന്ന് കോൾഡിലേക്ക്. നേരത്തെ പറഞ്ഞില്ല നമുക്ക് എന്തില്ല, ഹീറ്റ് പാസ് ചെയ്യുന്നില്ല, അവിടെ റിട്ടേൺ അടിക്കുകയാണ്. കണ്ടോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ വാൾസിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തെർമൽ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ്. സോ വാട്ട് ഈസ് തെർമൽ ഇക്വിലിബ്രിയം? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള സിസ്റ്റംസ് ഉണ്ടെന്ന് ഇരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു രണ്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള രണ്ട് ബോക്സുകൾ ഉണ്ടെന്ന് ഇരിക്കുക, ഗ്യാസിൻ്റെ ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്യാസുകൾ തമ്മിലൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് പെട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് പെട്ടിയിൽ ഒരു പെട്ടിയിൽ നല്ല ചൂടുള്ള ഗ്യാസും മറ്റേ പെട്ടിയിൽ ഒരു തണുത്ത ഗ്യാസുമാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അവർക്ക് തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു ഡോറ് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാത്ത് അല്ലേ, നിങ്ങൾ പിന്നെ മെട്രോയിൽ നിന്ന് ലുലുമാളിലേക്ക് കയറുന്ന ഡോർ പോലെ നമ്മൾ എന്താണ് ഒരു ഡോറ് വയ്ക്കുകയാണ്. സോ ഈ ഒരു പാത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഏത് തരം വാൾസ് ആയിരിക്കും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡയാതെർമിക് വാൾസ് ആയിരിക്കും ഉണ്ടാവുക, കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾസ്. അപ്പോൾ ഇവിടുന്ന് ഹീറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, അവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനം രണ്ട് ഭാഗത്തിൻ്റെയും ഹീറ്റ് ടെമ്പറേച്ചർ എന്തായിരിക്കും, സെയിം ആയി മാറും. ഓക്കെ, ഈ അവസ്ഥയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വിലിബ്രിയം നമ്മൾ ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ കാണുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കിച്ചണിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുകയാണ്, ആ വെള്ളത്തിലേക്ക് നമ്മൾ ചെറിയൊരു ഐസ് ക്യൂബ് ഇട്ടു അല്ലേ. ഒരു വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ടാൽ വെള്ളം ആദ്യം തണുക്കുണ്ടാവില്ല, പക്ഷേ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ ഐസ് കംപ്ലീറ്റ് അലിഞ്ഞു പോകും, ആ വെള്ളത്തിന് എല്ലായിടത്തും ഒരേപോലെ ഹീറ്റായി മാറും അല്ലേ. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന. സോ when a body is brought in contact with another body at different temperature, heat is transferred from one body to other with higher temperature from higher temperature to lower temperature till they attain a thermal equilibrium. So ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും ഒരുപോലെ ടെമ്പറേച്ചർ ആകുന്നവരെ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് പറയാനാണ് നമ്മൾ റെഡിയായി. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, ഇത് രണ്ടും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താണ് സീറോത്ത് ലോ എന്ന് പറയുന്നത്? സീറോത്ത് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് two systems are in thermal equilibrium with a third system, they are also in thermal equilibrium with each other. ഓക്കെ, ഇപ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ട് ഇവിടെ, നമുക്ക് ഒരു സിസ്റ്റം ബിയും ഒരു സിസ്റ്റം സിയും ആണ്. they are individually in contact with A. അവർ രണ്ടുപേരും എന്താണ്, എ ആയിട്ട് കോണ്ടാക്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ കുറേ സമയം കഴിഞ്ഞാൽ ദേ വിൽ ഇൻഡിവിജ്വലി ഇവർ രണ്ടും പരസ്പരം എന്താവും, ഇക്വിലിബ്രിയത്തിലെത്തി കഴിയും. ഓക്കെ, അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇയാളുടെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇയാളുടെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവർ രണ്ടുപേരും ഒരേ സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരേ മെറ്റലിലേക്ക് നമ്മൾ കോണ്ടാക്റ്റ് വെക്കുകയാണ്. സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇയാളുടെ ടെമ്പറേച്ചർ ഫോർ എക്സാമ്പിൾ let me take this is 10 degree Celsius. ഓക്കെ, ഇത് 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഇരിക്കാം. അങ്ങനെ എന്ത് ചെയ്യും, ഇവിടുന്ന് 20 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളടത്ത് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതേപോലെ 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ, അവസാനം എല്ലാവരുടെയും ടെമ്പറേച്ചർ എത്രയായി മാറും, ഈക്വലായി മാറും. ഇതിനാണ് നമ്മൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അത് രണ്ട് പിന്നെ പരസ്പരം യോജിപ്പിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ പരസ്പരം കോണ്ടാക്റ്റ് ഇല്ലാത്ത രണ്ട് വസ്തുക്കളെ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് വേണം നമുക്കിതിനെ കാണാം. ഇവ രണ്ടും കോമൺ ആയിട്ടുള്ള മറ്റൊരു വസ്തുവായിട്ട് കോണ്ടാക്റ്റ് വരുത്തുക. ഓക്കെ, ഒരു സിസ്റ്റമായിട്ട് കോണ്ടാക്റ്റ് വരുത്തുക. അന്നേരം ഈ രണ്ട് സിസ്റ്റംസും പരസ്പരം മ്യൂച്വൽ ഇക്വിലിബ്രിയത്തിലെത്തും. പകരം മൂന്നാമത്തെ ആളും എന്തായിരിക്കും, അതേ ടെമ്പറേച്ചറിൽ തന്നെ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതിനാണ് നമ്മൾ സീറോത്ത് ലോ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേംസ്, നമ്മളിപ്പോൾ ടെർമിനോളജീസ് ആണ് പഠിക്കുന്നത്. അത് ഓരോ ടേംസ് തെർമോഡൈനാമിക്സിൽ കാര്യമായിട്ട് വരുന്ന ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി വർക്ക്, എന്താണ് വർക്ക് എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ തെർമോഡൈനാമിക്സിൽ വളരെയധികം കേൾക്കുന്ന ഒരു വാക്കാണ് വർക്ക് എന്നുള്ളത്. ഓക്കെ, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ക്യാൻ ഡു വർക്ക്. അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. ഹീറ്റ് ക്യാൻ ഡു വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായല്ലോ അല്ലേ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നൊരു അതിനാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിയോട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡിസ്പ്ലേസ് ഒബ്ജക്ട്സ് അല്ലേ, നമുക്ക് സാധനങ്ങൾ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഹീറ്റ് എഞ്ചിനൊക്കെ ഫോം ചെയ്യുന്നത് അല്ലേ. ഹീറ്റിന് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു ഐഡിയയിൽ നിന്നാണ് ഹീറ്റ് എഞ്ചിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ജൂളിൻ്റെയും അതേപോലെ കാർനോട്ടിൻ്റെ ഒക്കെ അവരുടെയൊക്കെ വർക്കിൻ്റെ കാരണം നമുക്ക് കിട്ടിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ് ഹീറ്റ് ക്യാൻ ഡു വർക്ക്. ഹീറ്റിന് പല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റ്സ്, പവർ സ്റ്റേഷൻസ് വരെ ഉണ്ടാകുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഹീറ്റ് ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, അല്ലെങ്കിൽ ഹീറ്റ് ക്യാൻ ഡു എനിത്തിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഹീറ്റ് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ പിന്നെ ഇലക്ട്രിസിറ്റിനോട് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ ഹീറ്റ് ക്യാൻ ഡു എനിത്തിങ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഹീറ്റിന് പ്രവൃത്തി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വർക്ക്. അപ്പോൾ എന്താണ് വർക്ക്? അപ്പോൾ വർക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? W is equal to integral from V1 to V2 P into dV, where V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം, ദെൻ P എന്ന് പറഞ്ഞാൽ പ്രഷർ, dV എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോസസ്സിൻ്റെ PV ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, PV ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? PV ഡയഗ്രത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു സിസ്റ്റത്തിൻ്റെ ടിപ്പിക്കൽ PV ഡയഗ്രാമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോക്കൂ, നമുക്ക് V ഉണ്ട്, P ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് V1ലാണ്. ഓക്കെ, സോ V1ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. V1ൽ സ്റ്റാർട്ട് ചെയ്യാണ് എത്രയാണ്? അപ്പോൾ പ്രഷർ എത്രയാണ്? പ്രഷർ P1 ആണ്. ഓക്കെ, ഇനി സംഭവിക്കുന്നതാണ് പയ്യെ V1 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് V2ലെത്താണ്. V1 ഇൻക്രീസ് ചെയ്ത് V2ലെത്താണ്. അപ്പോൾ V1 ഇൻക്രീസ് ചെയ്യുക, വോളിയം ഇൻക്രീസ് ചെയ്യാമെന്നാണ് എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും അല്ലേ. സോ പ്രഷർ കുറഞ്ഞ് P1ൽ നിന്ന് കുറഞ്ഞ് P2ലെത്തി. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് PV കർവ്. ഇതിനാണ് നമ്മൾ PV കർവ് എന്ന് പറയാം. അപ്പോൾ ഈ PV കർവ്, ഒരു പ്രോസസ്സിൻ്റെ PV കർവ് നമുക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് ആ സിസ്റ്റത്തിന് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, ആ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന വർക്കിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ വർക്ക് ഈസ് ദ ഏരിയ അണ്ടർ ദ PV കർവ്. PV കർവിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ താഴെയുള്ള ഏരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വർക്ക് ഡൺ. അല്ലെങ്കിൽ അത് നമുക്ക് വെച്ച് വർക്ക് ഡൺ ബൈ എ സിസ്റ്റം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ PV കർവ് എന്ന് പറയുന്നത്, ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ്, ഇറ്റ്സ് എ ലൈൻ ഇൻ്റഗ്രൽ. നിങ്ങൾ വെക്ടേഴ്സിൽ ലൈൻ ഇൻ്റഗ്രൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സോ ദിസ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ. സോ ലൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് പാത്തിന് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ. വർക്ക് ഡൺ, ദിസ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, ഓക്കെ, അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. അപ്പോൾ ചോദ്യം വരാം, അപ്പോൾ എല്ലാ ലൈൻ ഇൻ്റഗ്രൽസും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ? ഇല്ല, എല്ലാ ലൈൻ ഇൻ്റഗ്രൽസും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ലൈൻ ഇൻ്റഗ്രൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൺസർവേറ്റീവ് ഫീൽഡ്സിൻ്റെ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യില്ല, അപ്പോൾ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷേ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ലൈൻ ഇൻ്റഗ്രൽ എന്താണ്? ഒരു പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ് ലൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എ എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം, ആൻഡ് ഇവിടെ നമുക്ക് ബി എന്നുള്ളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ എയിൽ നിന്ന് എ എന്നുള്ള അവസ്ഥയിൽ എന്താണ്? ഇതിനൊരു പർട്ടിക്കുലർ P1 ഉണ്ട്, V1 ഉണ്ട്. ഇപ്പോൾ എ എന്നുള്ള അവസ്ഥയിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്. ബി എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ പ്രഷർ P2 ആയി, വോളിയം V2 ആയി. ഓക്കെ, ഈ ഒരു അവസ്ഥയിലേക്ക് ഈ ഗ്യാസിന് പല രൂപത്തിൽ വരാം. എങ്ങനെ വരാം? വേണമെങ്കിൽ ആദ്യം പ്രഷർ നല്ലോണം കുറഞ്ഞ് പിന്നെ പയ്യെ വോളിയം കൂടുന്ന രൂപത്തിൽ വരാം. ഇനി അതല്ല, ആദ്യം പ്രഷർ പയ്യെ കുറഞ്ഞ് വോളിയം നല്ലോണം കൂട്ടുന്ന രൂപത്തിൽ ഇങ്ങനെയും വരാം. ഓക്കെ, ഇനി അതല്ല ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള മറ്റൊരു പാത്ത് കൊടുക്കാം. ഇനി അതല്ല ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, ദീസ് ആർ ഓൾ പോസിബിൾ ഡിഫറെൻറ്റ് പാത്ത്സ് ടു റീച്ച് ഫ്രം P1 V1 ടു P2 V2, അല്ലെങ്കിൽ എ നിന്ന് ബിയിലേക്ക് എത്താനുള്ള ഡിഫറെൻറ്റ് പാത്ത്സ് ആണ് ഇത് പറഞ്ഞതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനും ഡിഫറെൻറ്റ് പാത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഓരോ പ്രോസസ്സിനും ഡിഫറെൻറ്റ് വർക്ക് ഡൺ ആയിരിക്കും. അപ്പം ഇതിലൂടെ പോയി ഇവിടെ എത്താനുള്ള വർക്ക് ഡൺ ആയിരിക്കില്ല. അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ബിയിൽ നിന്ന്, ആദ്യം നമ്മൾ തുടങ്ങി എയിൽ നിന്ന് തുടങ്ങി അവസാനം എത്തിച്ചേരുന്നത് എപ്പോഴും ബിയിലാണെങ്കിൽ പോലും പാത്ത് വ്യത്യാസമുള്ളത് കൊണ്ട് വർക്ക് ഡൺ എപ്പോഴും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ പാത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ക്ലോസ്ഡ് കർവ് ഇൻ PV? ക്ലോസ്ഡ് PV കർവ്സ് നോക്കൂ, നമ്മൾ PV ഡയഗ്രാം നേരത്തെ പറഞ്ഞു. സോ PV ഡയഗ്രാം എന്ത് സംഭവിച്ചു?
ആദ്യം ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ എത്തി. പിന്നെ ഇവിടുന്ന് ആൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, പോകുന്ന വഴിക്കല്ല തിരിച്ചു വന്നത്, വേറൊരു വഴിക്കാണ് തിരിച്ചു വന്നത്, ഇങ്ങനെ പോയി ഇങ്ങനെ എത്തും. ഓക്കെ, സോ ലെറ്റ്സ് സപ്പോസ് ദിസ് ഇസ് ദ വേ അത് പോയത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇത്തരം ഒരു പി വി ഡയഗ്രത്തിൽ നമുക്ക് എന്ത് കാണിക്കാം, എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ദിസ് ഇസ് എ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഈസ് ഏരിയ അണ്ടർ ദ പി വി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഏരിയ അണ്ടർ ദ പി വി കർവ് ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് പ്രോസസ്സ് ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആദ്യത്തെ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പം വർക്ക് ഡൺ വരുന്നതാണ് അല്ലേ. ദിസ് ഈസ് ദ വർക്ക് ഡൺ. അതേസമയം എയിൽ നിന്ന് ബിയിൽ നിന്ന് എയിലേക്ക് നമ്മൾ എടുക്കുന്നത് മറ്റൊരു പാത്താണ്. ഓക്കെ, ആ പാത്തിലൂടെയുള്ള വർക്ക് ഡൺ എന്താണ്? ഇറ്റ് ഈസ് ദിസ്, രണ്ടാമത്തെ ഷെയ്ഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ആദ്യം പോയ വഴിക്കല്ല ആൾ തിരിച്ചു വന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? പോവാനെടുത്തതിനേക്കാളും ചിലവായിട്ടുണ്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ടൂറിനുള്ളൊരു പ്രപ്പോസൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ടൂറിൻ്റെ കണ്ടീഷൻ ഇതാണ്, അങ്ങോട്ട് പോവാൻ നിങ്ങൾ കാശെടുക്കുക, തിരിച്ചു വരാൻ നിങ്ങളുടെ ഫ്രണ്ട് കാശെടുക്കും അല്ലേ. അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ടൂറൊക്കെ ട്രിപ്പ് അടിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാശ് ഞാൻ കൊടുക്കുക രണ്ടാളുടെയും, തിരിച്ചു വരുമ്പം നീ കാശ് കൊടുക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ പോകും. സോ പക്ഷേ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ, പോകുമ്പോൾ നമുക്ക് ചിലവായതിൻ്റെ ഇരട്ടി തിരിച്ചു വരുമ്പോൾ ചിലവായിട്ടില്ല. ഫോർ എക്സാമ്പിൾ പോകുന്നത് നമ്മൾ ട്രെയിനും തിരിച്ചു വരുന്ന ഫ്ലൈറ്റിനുമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് രണ്ടിനുള്ള ഇത് ഡിഫറെൻ്റ് ആണ്, വർക്ക് ഡിഫറെൻ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ അപ്പം സ്വാഭാവികമായിട്ട് അവസാനം എന്ത് വരും? മിച്ചം വരും. അതായത് ഒന്നെങ്കിൽ ഇയാൾ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾക്ക് പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു അവസ്ഥ വരും. ഇതേപോലെയാണ് നമ്മൾ വർക്കിൻ്റെ കാര്യം. ഇവിടെ നോക്കൂ, ഇത് രണ്ടും തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തി ഈ രണ്ട് ഭാഗത്തും. പക്ഷേ ആദ്യത്തെ ഡയഗ്രത്തിൽ ഇങ്ങനെ പോയി ഈ ഡയറക്ഷനാണ്, അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ. ഓക്കെ, ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, ദിസ് ഈസ് ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആകുമ്പോൾ നമുക്ക് എന്ത് വ്യത്യാസം വരും നോക്കാം. ഇത് ഏതുപോലെയാണെന്ന് പറയും. അതായത് ഇങ്ങനെ, ഇപ്പം ഇവിടുന്ന് ഒരാൾ ഡൽഹി പോവാണ്, ഡൽഹി പോകുന്നത് ട്രെയിനിനാണ്, തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിനാണ് എന്ന് വിചാരിക്കാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ ട്രെയിനിനാണ്, രണ്ടുപേരുടെയും ട്രെയിൻ ഫെയർ ഞാൻ എടുത്തു. ഓക്കെ, ഇനി തിരിച്ചു വരുമ്പോൾ ഫ്ലൈറ്റിനാണ് വരുന്നത്. അന്നേരം എൻ്റെ ഫ്രണ്ടും രണ്ടാളുടെയും ടിക്കറ്റ് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആർക്കായിരിക്കും? ഞാൻ എൻ്റെ ഫ്രണ്ടിനായിരിക്കും കാശ് കൊടുക്കേണ്ടി വരിക, കാരണം എൻ്റെ ഫ്രണ്ടിനാണ് കൂടുതൽ ചിലവായത്. അതേസമയം തിരിച്ചു പറയുകയാണെങ്കിലോ, ആദ്യം എന്ത് ചെയ്തു? ഞാൻ ഡൽഹിയിലേക്ക് ഉള്ള ട്രിപ്പിൻ്റെ കാശെടുത്തു, ഞങ്ങളത് ഫ്ലൈറ്റിന് പോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ വന്നു, അതെൻ്റെ ഫ്രണ്ടും കാശെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങോട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇങ്ങോട്ട് തരേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിഫറൻസ് എങ്ങനെ കാണാം? ടോട്ടൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ദ ഫസ്റ്റ് ട്രിപ്പ്, അങ്ങോട്ട് പോകാനുള്ള ട്രിപ്പിൻ്റെ വർക്ക് ഡൺ ആണ് ഇവിടെ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ഇൻ ദ ഇനീഷ്യൽ ട്രിപ്പ്. ഓക്കെ, ഇനീഷ്യൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ട്രിപ്പിൻ്റെ വർക്ക് ഡൺ ആണ് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ള, ഓക്കെ, ബിയിൽ നിന്ന് എയിലേക്കുള്ള, ഓക്കെ, ബിയിൽ നിന്ന് എയിലേക്കുള്ള ട്രിപ്പാണ്. സ്വാഭാവികമായിട്ടും ബിയിൽ നിന്ന് എയിലേക്കാണ് കൂടുതൽ വർക്ക് ഡൺ ഉള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും? ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇതേ മൈനസ് ഇത് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ഡിഫറൻസ് ഇൻ ദ വർക്ക് ഡൺ അല്ലേ. അതാണ് ഇവിടെ വർക്ക് ഡൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ദർ ഇസ് എ പോസിറ്റീവ് വർക്ക്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസിലാകുമ്പോൾ നമ്മൾ വർക്ക് ഡൺ പോസിറ്റീവായിട്ട് എടുക്കും, ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവായിട്ടും എടുക്കും. ഓക്കെ, അതാണ് പറഞ്ഞത് വർക്ക് ഡൺ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് നെഗറ്റീവ് ആൻഡ് ഈസ് ഡൺ ബൈ ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാനോ എൻ്റെ ഫ്രണ്ടോ ആരെങ്കിലും ഒരാൾ എടുക്കുക, ആരെങ്കിലും ഒരാൾ നമുക്ക് സിസ്റ്റാക്കി എടുക്കുക, മറ്റേ ആളെന്തായിരിക്കും സറൗണ്ടിങ് ഉള്ള രൂപത്തിലായിരിക്കും വരിക. സോ അതിൽ ഏതെങ്കിലും രണ്ട് സിറ്റുവേഷനിൽ ഒരേപോലെ ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതായിരിക്കും, അപ്പോൾ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കൺവെൻഷൻ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ
വർക്ക് ഡൺ പോസിറ്റീവ് ആണ്, ക്ലോക്ക് വൈസിലാണ് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്, കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ക്ലോക്ക് വൈസിൽ റൗണ്ട് ട്രിപ്പിൽ നമ്മൾ ഏത് ട്രിപ്പിൽ ആരെടുക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള രൂപത്തിൽ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡിയ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ലെറ്റ്സ് ഡു എ പ്രോബ്ലം. നോക്കൂ, ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. Calculate the work done by a gas. Calculate the work done by a gas as it is taken from the state from A to B and B to C and then C to A as shown in the figure. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഫിഗറിൽ ചെയ്ത പോലെ ആദ്യം എവിടുന്നാണ് എയിൽ നിന്ന് ബിയിലേക്ക്, പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക്, ദെൻ ബാക്ക് ടു സിയിൽ നിന്ന് എയിലേക്ക്. ഓക്കെ, ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഇതൊരു ലൂപ്പാണ് അല്ലേ, ഒരു ലൂപ്പാണ്. സോ ഈ ഇതിനകത്ത് ചെയ്ത് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആസ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി സ്റ്റേറ്റ് എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, നോക്കൂ, ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്യാം. നോക്കൂ, ഇവിടെ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എയിൽ നിന്ന് ബിയിലേക്കുള്ള വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ഫ്രം എ ടു ബി എങ്ങനെ ചെയ്യാൻ പറ്റും? വർക്ക് ഡൺ ഫ്രം എ ടു ബി നമുക്ക് ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ് എ ബി അല്ലേ. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി ആണ്. പ്രഷർ എത്രയാണ്? പ്രഷർ 120 കിലോ പാസ്കലാണ്. 120 കിലോ പാസ്കൽ ഇൻറ്റു ഇവിടെ എത്രയാണ്? 450 മൈനസ് 250 ദാറ്റ് ഈസ് 200 ദാറ്റ് ഈസ് 250 cc ആണ് വരിക. സോ ദിസ് ഈസ് ഓൾമോസ്റ്റ് 30 ജൂൾസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് സോ ഏരിയ ഓഫ് ദിസ് പാർട്ട് ഈസ് 30 ജൂൾസ്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ബിയിൽ നിന്ന് സിയിലേക്ക് നമുക്ക് വർക്ക് ഉണ്ടോ? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. വൈ? ബിക്കോസ് ഡെൽറ്റ വി ഈക്വൽ ടു 0. ഡെൽറ്റ വി 0 ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തുള്ള വോള്യൂം 0 ആയതുകൊണ്ട് ഡെൽറ്റ ഡബ്ല്യു 0 ആണ്. മൂന്നാമത്തെ ഭാഗമാണ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഞാൻ ഈ ഡയഗ്രാം കൊണ്ട് മാറ്റി വരയ്ക്കാം. സോ വി ഹാവ് ദിസ് ട്രയാങ്കിൾ ഹിയർ, ദിസ് ഈസ് എ ബി സി ആൻഡ് ഞാനിവിടെ ഇ ഒന്നും ഇവിടെ ഡി ഒന്നും മാർക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ ടോട്ടൽ ഏരിയ ആണ്. ഓക്കെ, സോ ലെറ്റ് മീ ഷെയ്ഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഈ ടോട്ടൽ ഏരിയ ആണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഈ ടോട്ടൽ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ആ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാർട്ട്. ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാർട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാർട്ട് പ്ലസ് ദിസ് പാർട്ട് അല്ലേ. ഈ രണ്ട് പാർട്ടിൻ്റെയും കൂടെ ഏരിയ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് നമുക്ക് മൂന്നാമത് കിട്ടുന്ന വർക്ക്. പക്ഷേ താഴെ ഭാഗത്തുള്ള സ്ക്വയർ ഈ ഭാഗത്തിൻ്റെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. ഈ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. സോ ദിസ് ഈസ് 30 ജൂൾസ്. അതെന്താണ്? 30 ജൂൾസ് ആണ്. ഇനി ഇതെന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. എന്താണ്? ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഏരിയ ഓഫ് ദി കർവ് നോക്കിയാൽ എന്ത് കിട്ടും? ഏരിയ എന്താണ്? ദിസ് ഈസ് ഹാഫ് ബി എച്ച് ആണ് അല്ലേ. ഹാഫ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? 250 cc. ഹൈറ്റ് എന്താണ്? ഹൈറ്റ് 200 മൈനസ് 120. 200 മൈനസ് 120 ആണ് 80 കിലോ പാസ്കലാണ്. 80 കിലോ പാസ്കൽ ഇൻറ്റു ഹൈറ്റ് എന്താണ്? 250 cc. ഓക്കെ, സോ ദാറ്റ് വിൽ ഓൾമോസ്റ്റ് അതെന്തായിരിക്കും മുകളിൽ എഴുതുന്നത്? അതെന്തായിരിക്കും? ഇറ്റ് വിൽ കം അറൌണ്ട് 10 ജൂൾസ്. ഓക്കെ, അത് 10 ജൂൾസ് വരും. സോ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ടു ബി 10 ജൂൾസ്. സോ ദിസ് ഈസ് 10 ജൂൾസ്. സോ രണ്ടും ടോട്ടൽ എന്തായിരിക്കും? സി ടു എയിലേക്ക് നമുക്ക് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 10 ജൂൾസ് പ്ലസ് 30 ജൂൾസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 40 ജൂൾസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയതുകൊണ്ട് ദിസ് പ്രോസസ് ഈ കേസിൽ നമുക്ക് വർക്ക് ഡൺ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ ഇവിടെ മൈനസ് 40 ജൂൾസ് ആണ് എടുക്കുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആക്ച്വലി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് എടുക്കാം. ഓക്കെ, സോ ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ,
എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി of a system is equal to the difference of heat transfer to the system work done by the system. ഇതാണ് നമ്മൾ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതായത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അത് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന്, ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ, ഓക്കെ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. രണ്ടാമത് ആ വർക്ക് ഉപയോഗിച്ചിട്ട്, ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വർക്ക് ചെയ്യാനാണ് ആ സിസ്റ്റം ശ്രമിക്കുന്നത്. സോ അതാണ് ഈ ഒരു ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ ക്യൂ, ദ ഡെൽറ്റ ക്യൂ എന്നാണ് ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം, ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം, ആൻഡ് ദിസ് ഈസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി, ആൻഡ് ദിസ് ഈസ് ടു ഡു എ വർക്ക്, ഒരു വർക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ലോ. ഇത്രയും സിമ്പിളാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. സോ നമുക്ക് പല സൈൻ കൺവെൻഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം സൈൻ കൺവെൻഷൻസ് ഒന്ന് ക്ലിയർ ആക്കാം. വർക്ക് ഡെൽറ്റ ഡബ്ല്യു ആണ്. വർക്ക് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ് നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഡബ്ല്യു ഗ്രേറ്റർ ദാൻ 0 ഫോർ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ആൻഡ് ഇഫ് ദിസ് ഇസ് നെഗറ്റീവ് ദെൻ ഡബ്ല്യു ലെസ് ദാൻ 0 ആണെങ്കിൽ അത്തരം കേസിൽ നമ്മൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഇതിപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കാൻ നമുക്കൊരു കാര്യം ഓർത്താൽ മതി. നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെ മേലിൽ നമുക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് വർക്ക് ഇല്ലാഞ്ഞിട്ടാണല്ലോ ഒരാൾ നമ്മളെ മേലിൽ വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കുള്ള വർക്ക് എന്താണ്? ലെസ് ദാൻ 0 ആയിരിക്കും. ഇല്ല, വർക്ക് നെഗറ്റീവാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് വർക്ക് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികം നമ്മുടെ അടുത്ത് തോന്നുന്നുണ്ടെന്നല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അധികം ഉണ്ടെന്നല്ലേ. അത് എന്തുണ്ട്? വർക്ക് നമ്മുടെ വർക്ക് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ഈ കൺവെൻഷൻ. ഇതാണ് മിക്ക ടെക്സ്റ്റ് ബുക്കുകളും ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷൻ. മറ്റ് കൺവെൻഷൻ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതാണ് റെയർ ആണ്. പക്ഷേ ഈ ഒരു കൺവെൻഷൻ വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ ഹീറ്റിനുണ്ട് ഒരു കൺവെൻഷൻ. ഡെൽറ്റ ക്യൂ ഗ്രേറ്റർ ദാൻ 0 എടുക്കുന്നത് ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം. ഡെൽറ്റ ക്യൂ ലെസ് ദാൻ 0 എടുക്കുന്നത് ഹീറ്റ് ടേക്കൺ ഫ്രം ദ സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എ ഗ്യാസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ ഫിറ്റഡ് വിത്ത് എ മൂവബിൾ പിസ്റ്റൺ. ഓക്കെ, എ ഗ്യാസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ വെസൽ. അപ്പോൾ ഒരു വെസൽ ഉണ്ട്. ഓക്കെ, അതിനകത്തൊരു മൂവബിൾ പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, സോ വി ഹാവ് എ പിസ്റ്റൺ ഹിയർ. ഓക്കെ, ഇങ്ങനെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതിനകത്താണ് ഗ്യാസ് ഉള്ളത്. ദ കണ്ടെയ്നർ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹോട്ട് സ്റ്റൗ. അപ്പോൾ ഈ കണ്ടെയ്നർ എന്താണ്? ഇതൊരു ഹോട്ട് സ്റ്റവിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. സോ ലെറ്റ് മീ റൈറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം. സോ ദിസ് ഈസ് ദി ഗ്യാസ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത്. സോ ഇത് ഒരു ഹോട്ട് സ്റ്റൗ ആണ്. ഓക്കെ, നമുക്ക് ഹീറ്റ് കൊടുക്കുന്ന രൂപത്തിലുള്ള ഹോട്ട് സ്റ്റൗ ഉണ്ട്. സോ ദെർഫോർ ചോദിച്ചിരിക്കുന്നത് ദ കണ്ടെയ്നർ ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹോട്ട് സ്റ്റൗ. എ ടോട്ടൽ ഓഫ് 100 calories of heat is given to the gas, and the gas does 40 joules of work in the expansion. ഈ എക്സ്പാൻഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? 40 joules റിസൾട്ട് ചെയ്യുന്നുണ്ട്, റിസൾട്ടിങ് ഫ്രം ഹീറ്റിംഗ്. കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഇൻ ദ പ്രോസസ്. ഈ പ്രോസസ്സിൽ ഇന്റേണൽ എനർജിയാണ്. സോ നമുക്കറിയാം ഹീറ്റ് ഗിവൺ ടു ദ സിസ്റ്റം എന്താണ്? ഹീറ്റ് ഗിവൺ ടു ദ ഗ്യാസ് എന്താണ്? ഹീറ്റ് ഗിവൺ ടു ദ ഗ്യാസ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 100 കലോറിയാണ്. കലോറി നമുക്ക് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് 418 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, അതേസമയം വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു 40 ജൂൾസ് ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, 40 ജൂൾസ് ആണ് തന്നിട്ടുണ്ട്. ദെൻ ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇതാണ് ഫസ്റ്റ് ലോയിൽ നിന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 418 ജൂൾസ് മൈനസ് 40 ജൂൾസ് ഈസ് ഈക്വൽ ടു 378 ജൂൾസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് this is the problem. The PV diagram below represents an ideal monoatomic gas for gas cycle for 1 mole of gas. Okay, in terms of the gas constant R, calculate the temperatures at the points J, K, L and M. Also calculate the heat rejected and heat absorbed during the cycle. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഡയഗ്രാം ഇതാണ്. ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഉള്ളത് ജെ കെ എൽ എം ഇങ്ങനെ ഉണ്ട്. പിന്നെ മാർക്ക് ചെയ്ത് പ്രഷേഴ്സ് 80-160 ആണ്. അതേസമയം മാർക്ക് ചെയ്തിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 0.03 ആൻഡ് 0.10. ഓക്കെ,
ജെയിലുള്ള ടെമ്പറേച്ചർ, കെയിലുള്ള ടെമ്പറേച്ചർ, എല്ലിലുള്ള ടെമ്പറേച്ചർ ആൻഡ് എല്ലിലുള്ള ടെമ്പറേച്ചർ. സോ ഈ ഭാഗത്തൊക്കെ ടെമ്പറേച്ചർ എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തറിയാം, പിന്നെ ടെമ്പറേച്ചറിനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ്? ഫ്രം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി, ഫ്രം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. നമുക്കെന്താ അറിയാം? ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ആർ. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും മോൾ ഈക്വൽ ടു 1 മോളാണ്. ഓക്കെ, സോ 1 മോൾ ഗ്യാസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദർഫോർ വി ക്യാൻ റൈറ്റ് എൻ ഈക്വൽ ടു 1. സോ ദർഫോർ ദിസ് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡ് ബൈ ആർ. ഓക്കെ, ഇനി നമുക്ക് നോക്കൂ, പ്രഷർ അറിയാം. 4 പോയിന്റ്സിന് 4 ഡിഫറെൻറ്റ് പ്രഷറാണുള്ളത്. പിന്നെ വോളിയം രണ്ടെണ്ണത്തിന് സെയിം ആണ്, രണ്ടെണ്ണത്തിന് മറ്റൊരു ഡിഫറെൻറ്റ്. സോ ഇങ്ങനെ നമുക്ക് പ്രഷറും ഇതും ഓരോ പോയിന്റിലും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടി അറ്റ് ജെ നോക്കാം. ഓക്കെ, ടെമ്പറേച്ചർ അറ്റ് ദ പോയിന്റ് ജെ. ടെമ്പറേച്ചർ അറ്റ് ദ പോയിന്റ് ജെ ഞാൻ ടി ജെ എന്ന് വിളിക്കുകയാണ്. സോ ടി ജെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പി ജെ, ജെയിലുള്ള പ്രഷർ ഇൻറ്റു വി ജെ ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ എന്തായിരിക്കും ടി ജെ എന്തായിരിക്കും? പി ജെ എന്ന് പറയുന്നത് ജെയുടെ വാല്യൂ, പ്രഷർ വാല്യൂ എന്താണ്? 80 ആണ് അല്ലേ? സോറി, ജെ കെ എൽ, നമ്മൾ ജെ ആണ് ആദ്യം കാണുന്നത്. ഓക്കെ, സോ ജെയിലുള്ള വാല്യൂ, പ്രഷർ വാല്യൂ എത്രയാണ്? 80 ആണ്. 80 ഇൻറ്റു ഇനി വോളിയം അറ്റ് ജെ എന്താണ്? 0.03 മീറ്റർ ക്യൂബാണ്. അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇവിടെ 80 കിലോ പാസ്കലാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ കിലോ പാസ്കലാണ് നമ്മൾ 10⁻³ പാസ്കൽ നോക്കണം. ഓക്കെ, പാസ്കലും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും സെയിം ആണ്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എസ് ഐ യൂണിറ്റ്. അതേ എസ് ഐ യൂണിറ്റിൻ്റെ മറ്റൊരു പേരാണ് പാസ്കൽ എന്ന് പറയുന്നത്. സോ നമുക്ക് വേറെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും യൂണിറ്റ്സ് നമ്മൾ എസ് ഐ യൂണിറ്റ്സ് എടുക്കും. സിസ്റ്റമെ ഇൻ്റർനാഷണൽ എന്നുള്ള നാച്ചുറൽ യൂണിറ്റ്സിലാണ് നമ്മൾ കൺസിഡർ, സിസ്റ്റമെ ഇൻ്റർനാഷണൽ എസ് ഐ യൂണിറ്റിലാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. ഏതെങ്കിലും പ്രോബ്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത്രയും ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, വോളിയം എത്രയാണ്? 0.03 അല്ലേ? 0.03 ഡിവൈഡഡ് ബൈ ആർ. ഗ്യാസ് കോൺസ്റ്റന്റ് എത്രയാണ്? ആറ് തൽക്കാലം നമുക്ക് ഇവാലുവേറ്റ് അവിടെ നിൽക്കട്ടെ. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 324 അല്ലേ? 2500 ഡിവൈഡഡ് ബൈ ആർ. സോ ദിസ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് കെൽവിൻ. പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ടെമ്പറേച്ചർ അറ്റ് ജെ, പോയിന്റ് ജെ. ഇനി കെയിലുള്ള ടെമ്പറേച്ചർ എത്ര നോക്കാം. കെയിലുള്ള ടെമ്പറേച്ചർ എത്ര? ടി അറ്റ് പോയിന്റ് കെ ഇസ് ഈക്വൽ ടു, ടി അറ്റ് പോയിന്റ് കെ എത്രയാണ്? So at this point we have PT എത്രയാണ്? P പ്രഷർ എന്ന് പറഞ്ഞാൽ 160 ഇൻറ്റു 10⁻³ ആണ്. വോളിയത്തിൽ മാറ്റമൊന്നുമില്ല, 0.03 തന്നെയാണ് ഡിവൈഡ് ബൈ ആർ. സോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഓൾമോസ്റ്റ് 4800 ഡിവൈഡ് ബൈ ആർ കെൽവിൻ എന്ന് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ടി അറ്റ് എൽ കാണാം. ടി അറ്റ് എൽ എന്തായിരിക്കും? നമുക്ക് പ്രഷർ അഗെയിൻ 160 ആണ്. 160 ഇൻറ്റു 10⁻³ ഇൻറ്റു അവിടെ വോളിയം എന്ന് പറയുന്നത് 0.10 ആണ് ഡിവൈഡഡ് ബൈ ആർ. സോ ആ വാല്യൂ ഓൾമോസ്റ്റ് വരുന്നത് 16,000 ആണ് വരുന്നത് അല്ലേ? 16,000 divided by r. And finally we have T at M. T at M at this point we have temperature എത്രയാണ്? പ്രഷർ എത്രയാണ്? പ്രഷർ എന്ന് പറഞ്ഞാൽ 80 ആണ്. സോ 80 ഇൻറ്റു 10⁻³ ഇൻറ്റു 0.10 divided by r. So this is almost you'll get 2,400. So sorry, 8,000 r, 8,000 divided by r. ഇതെല്ലാം കെൽവിനിലാണ് കേട്ടോ ടെമ്പറേച്ചേഴ്സ് എല്ലാം. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് പാർട്ട്. നമ്മൾ ആദ്യത്തെ പാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഓൾസോ കാൽക്കുലേറ്റ് ദ ഹീറ്റ് റിജക്റ്റഡ് ഓർ ഹീറ്റ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദി സൈക്കിൾ എന്നാണ്. ഓക്കെ, ഈ സൈക്കിളിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തോ ഹീറ്റ് റിജക്റ്റ് ചെയ്തോ എത്രയെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഹീറ്റ് നമുക്ക് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണല്ലോ. എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, അപ്പം ഹീറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെൽറ്റ യുവും ഡെൽറ്റ ഡബ്ല്യു അറിയണം. ഓക്കെ, പക്ഷേ ഡെൽറ്റ യു നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. പക്ഷേ ഇന്റേണൽ എനർജിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ഇന്റേണൽ എനർജി F/2 RT
ടി അല്ലേ. എഫ് എന്തായിരുന്നു? എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പക്ഷെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഏതാണ്? എൻ ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ എഫ് എന്തായിരുന്നു? എഫ് എന്ന് പറഞ്ഞാൽ 3 ആയിരുന്നു അല്ലേ. എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മോണോ അറ്റോമിക് ഒരു സിംഗിൾ ആറ്റം ആണെങ്കിൽ നമുക്കറിയാം 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അപ്പ് ഡൗൺ അല്ലേ. ഈ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോ 3/2 ആർ ടി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? സോ ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. സോ ഡെൽറ്റ യു വിൽ ബി 3/2 ആർ ഇൻറ്റു T2 മൈനസ് T1 അല്ലേ. ഡെൽറ്റ യു എന്തായിരിക്കും? T2 മൈനസ് T1. സോ ഇവിടെ നമുക്ക് ടി ഫൈനൽ മൈനസ് ടി ഇനീഷ്യൽ എഴുതാം. കാരണം നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസിലുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിലുള്ള ഡെൽറ്റ യു ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നോക്കൂ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ വരാം. ഓൾസോ കാൽക്കുലേറ്റ് ദ ഹീറ്റ് റിജക്റ്റഡ് ആൻഡ് ഹീറ്റ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ദി സൈക്കിൾ. ഓക്കെ, സോ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഹീറ്റ് റിജക്റ്റഡ് നമുക്ക് ഓരോ സെഗ്മെൻറ്റിൽ നോക്കാം. 4 സെഗ്മെൻ്റ് ആണ് ഈ ഇക്വേഷനിലുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിലുള്ളത്. സോ നമുക്ക് ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടെ അവിടെ വരച്ച് വെക്കാം. സോ ദിസ് ഈസ് ദി ഡയഗ്രാം, ദിസ് ഈസ് ദി പി വി ഡയഗ്രാം. സോ ദ പ്രഷർ ഇവിടെ എത്രയാണ്? ഇവിടെ 80 ആണ്. ഇവിടെ എത്രയാണ്? 160 ആണ്. ഇവിടെ എത്രയാണ്? 0.03 ആണ്. ഇവിടെ 0.1 ആണ്. സോ ദിസ് ഈസ് ദി പി വി ഡയഗ്രാം. ദിസ് ഈസ് ജെ, കെ, എൽ ആൻഡ് എം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഏത് സെഗ്മെൻറ്റിൽ നോക്കാം? ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നോക്കാം. ഓക്കെ, അതായത് കെ ജെ സെഗ്മെൻറ്റ് നോക്കാം. നമുക്ക് ഈ സെഗ്മെൻറ്റ് നോക്കാം. ഓക്കെ, ദിസ് സെഗ്മെൻറ്റ്. ഓക്കെ, അതായത് കെ ജെ സെഗ്മെൻറ്റ്. അത് ഞാൻ ആ സമയത്തുള്ള ഹീറ്റ് അത് റിജക്റ്റഡ് ആണ് അബ്സോർബ്ഡ് ആണെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. നമുക്ക് ജസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ മനസ്സിലാവും. സോ അത് ഞാൻ DQ1 എന്ന് വിളിക്കുകയാണ്. സോ ഈ പ്രോസസ്സിൻ്റെ സമയത്ത് റിജക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആയിട്ടുള്ളതോ ഹീറ്റ് ഞാൻ DQ1 എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും DQ1 എന്ന് നമ്മൾ നേരത്തെ ഇനി ഞാൻ നോക്കൂ, ഡെൽറ്റ ക്യൂക്ക് പകരം ഞാൻ ചില സമയത്ത് DQ എന്ന് എഴുതും കേട്ടോ. അപ്പോൾ രണ്ടും സെയിം വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഡെൽറ്റ ക്യൂവും DQ എന്നുള്ള വ്യത്യാസം എന്നാണ്. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ ഡിഫറൻസ് ആണ്. DQ എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫിനിറ്റസിമൽ ഡിഫറൻസ് ആണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. സോ നമ്മൾ DQ എന്നുള്ളതിനും ഡെൽറ്റ ക്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിളി ഒക്കെ യൂസ് ചെയ്യും. ചിലപ്പോൾ ഒരു ഇക്വേഷനിൽ തന്നെ ഒരു സ്ഥലത്ത് DQയും മറ്റു സ്ഥലത്ത് ഡെൽറ്റ ക്യൂ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ജസ്റ്റ് എല്ലാം ചേഞ്ചസ് എന്നുള്ള അർത്ഥത്തിലേ DQയും ഡെൽറ്റ ക്യൂവും വരുന്നുള്ളൂ. ഓക്കെ, സോ DQ1 അങ്ങനെ എഴുതാം നമുക്ക്. DQ ഫസ്റ്റ് ലോ പ്രകാരം DQ1 ഈസ് ഈക്വൽ ടു DU1 പ്ലസ് DW1. പക്ഷേ DU1 നമുക്ക് എങ്ങനെ എഴുതാം? DU1 നമ്മൾ തൊട്ട് മുകളിൽ എഴുതി അല്ലേ. എന്താണ്? 3/2 R ഇൻറ്റു U1 നമുക്ക് ജെയിൽ നിന്ന് കെയിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? TK ആണ്. മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? TJ ആണ്. ഓക്കെ, ദെൻ പ്ലസ് DW. പക്ഷെ നോക്കൂ, ഈ സെഗ്മെൻറ്റിൽ ജെയിൽ നിന്ന് കെയിലേക്ക് പോകുമ്പോൾ വോളിയം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ അറിയാം? PdV 0 ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഭാഗം 0 ആയിരിക്കും വർക്ക് ഡൺ അല്ലേ. പക്ഷെ നമുക്ക് TKയും TJയും നമുക്ക് സെപ്പറേറ്റ്ലി അറിയാം. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ആ TKയുടെയും Tയുടെയും വാല്യൂ നമുക്കറിയാം. TKയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ R വരും അല്ലേ. സം നമ്പർ ഡിവൈഡ് ബൈ R വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലിസിറ്റി ആയിട്ട് നമുക്കത് ചെയ്യാം. TK ഓക്കെ 3/2 R ഇൻറ്റു TK എന്തായിരുന്നു? തൊട്ട് മുകളിലെ സ്ലൈഡിൽ പോകാണ്. യെസ്, TK എന്ന് പറഞ്ഞാൽ 4800 ഡിവൈഡ് ബൈ R. ഓക്കെ, 4800 ഡിവൈഡഡ് ബൈ R മൈനസ് TJ എന്തായിരുന്നു? TJ 2400 ബൈ R. 2400 ഡിവൈഡ് ബൈ R. ഓക്കെ, സോ ഈ ആറും ഈ രണ്ട് ആറും കൂടെ ക്യാൻസൽ ആവും അല്ലേ. ബാക്കി എന്താ? 3/2 ഇൻറ്റു 4800 മൈനസ് 2400 എത്രയാണ്? ഇറ്റ് ഈസ് 2400 ഡിവൈഡ് ബൈ R ഉണ്ടാവും. പക്ഷേ ഈ ആറും ഇവിടുത്തെ ആറും കൂടെ ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3600 joules. So DQ1 is equal to 3000 joules. Okay, the greater than 0 ആയതുകൊണ്ട് this is heat rejected by the system ആയിരിക്കും. Okay, system ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. Similarly, we can calculate DQ2 അല്ലേ. DQ2 എന്താണ്? DQ2 എന്ന് പറഞ്ഞാൽ corresponding the temperature change in heat in the
KL segment. KL segmenറ്റിലുള്ള ടെമ്പറേച്ചർ ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ dQ2 എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി du2 പ്ലസ് dW2. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ നമുക്ക് dW2 0 ആവില്ല അല്ലേ? കാരണം നേരത്തെ നമുക്ക് ഇവിടെ 0 ആയത് വോളിയം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് dQ2 അങ്ങനെ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ du2 ഇത് നമുക്ക് എന്താ 3/2 R ഇൻറ്റു ടി ഫൈനൽ ഏതാണ് TL അല്ലേ? സോ TL മൈനസ് TK പ്ലസ് വർക്ക് ഡൺ എന്താണ്? ഓക്കെ, ഇത് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ കൊടുക്കാം. ന്യൂമറിക്കൽ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് വരും? 3/2 ഇൻറ്റു 8.3 യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? ജൂൾ പെർ കെൽവിൻ മോൾ ഇൻറ്റു ഓക്കെ TL മൈനസ് TK എന്ന് പറയുമ്പോൾ നമുക്ക് 11,200 കിട്ടും. 11,200 ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. സോ ഓക്കെ, ഇവിടെ R എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? സോ ഈ ആറും കൂടെ ക്യാൻസൽ ആവും. സോ നമുക്ക് നേരിട്ട് എഴുതാം 11,200 PdV എന്ത് വരും? ഇറ്റ് വിൽ ബി പ്ലസ് P ഇൻറ്റു P എത്രയാണ്? 160 കിലോ പാസ്കൽ അല്ലേ? സോ 160 ഇൻറ്റു 10⁻³ ഇൻറ്റു dV വോളിയം ചേഞ്ച് എത്രയാണ്? 0.03 മൈനസ് 0.01 അല്ല 0.1 മൈനസ് 0.03 അത് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 0.1 മൈനസ് 0.07 അല്ലേ? ഇൻറ്റു 0.07. സോ ഫൈനലി ഈ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് dQ2 is approximately equal to 28,000 joules. 28,000 joules, or let me write it on the same line itself. So dQ2 is equal to 28,000 joules. So ഇവിടെ നമുക്ക് 28,000 കിട്ടി, ഇവിടെ 36,000 കിട്ടി. ഇനി നമുക്ക് രണ്ട് സെഗ്മെൻറ്റും കൂടെ ഉണ്ട്. ഞാൻ ആ റിസൾട്ട്സ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എഴുതി തരാണ്, കാരണം സെയിം ഫോമിലാണ്. അപ്പം dQ3 will be, അപ്പോൾ dQ3 എന്തായിരിക്കും? du3 പ്ലസ് dW3. അപ്പം ഇവിടെ dQ3 എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ ചേഞ്ച് ഇൻ എനർജിയാണ്, ചേഞ്ച് ഇൻ ഹീറ്റാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്തായിരിക്കും? PdV 0 ആയിരിക്കും. സോ therefore we will only have to calculate 3/2 R into Tm minus TL. Tm minus TL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് -8,000 ഡിവൈഡ് ബൈ R ആണ് ഡിഫറൻസ് വരിക. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് -12,000 joules. Okay, and finally dQ4 is equal to minus 3/2 R TJ plus TJ minus TM plus 80 into 10⁻³ minus അല്ലേ PdV എന്ത് വരും? 0.03 മൈനസ് 0.1 വരും. അപ്പം -0.07 വരും. സോ അതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് -14,000 joules വരും. സോ ഇതാണ് നമുക്ക് കംപ്ലീറ്റ് എനർജി ഉള്ളത്. ഓക്കെ, കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ്. ഓക്കെ, സോ ഇത്രയാണ് ഈ പ്രോബ്ലം വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. എ വെസൽ കണ്ടെയ്ൻസ് an ideal monoatomic gas. Again ideal monoatomic gas വന്നു, which expands at constant pressure when heat Q is supplied to it. Then the work done in the expansion is. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ തന്നിട്ടുണ്ട് ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് ആണെന്ന് തന്നിട്ടുണ്ട്. ഐഡിയൽ മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും എന്താ കിട്ടുക? നമുക്ക് എനർജി അറിയാം. U എന്തായിരിക്കും? 3/2 RT ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് അറിയുന്നതാണ് 3/2 RT. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? CV നമുക്ക് ഓൾറെഡി അറിയുന്ന എക്സ്പ്രഷൻ എന്താണ്? du/dt എന്തായിരുന്നു? du/dt is equal to, or ഇത് നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ യു എന്തായിരിക്കും? U എന്ന് പറഞ്ഞാൽ 3/2 RT ആണ്. അങ്ങനെ du എന്തായിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? 3/2 ചേഞ്ച് ചെയ്യോ? കോൺസ്റ്റന്റ് ആണ്. R ചേഞ്ച് ചെയ്യോ? R ചേഞ്ച് ചെയ്യോ? എന്ത് ചേഞ്ച് ചെയ്യുള്ളൂ? ഡെൽറ്റ ടി ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചർ മാത്രമാണ്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് ചെയ്യും. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റൻസ് ഒന്നും ചേഞ്ച് ചെയ്യില്ല, വേരിയബിൾസ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. സോ ഡെൽറ്റ യു ഈക്വൽ 3/2 R ഡെൽറ്റ ടി എന്ന് കിട്ടും.
അങ്ങനെയല്ല നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി അറിയാം ഡി യു ബൈ ഡി ടി എന്താണ്, സി വി ആണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സി വി ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഡി യു ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി. ഡി യു ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി. പക്ഷേ ഫ്രം ദിസ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാം, ഓക്കെ ഇവിടെ നോക്കൂ, ഇവിടെ ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, 3/2 ഇൻറ്റു ആർ ഡി ഡെൽറ്റ ടി എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ. എനിക്ക് ഇഫ് ഐ ഹാവ് ഇവിടെ സൈഡിൽ എഴുതാം, ഇഫ് ഐ ഹാവ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി then I am taking delta on both sides. Okay, ചേഞ്ച് രണ്ട് സൈഡിൽ ഞാൻ ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്, ഡെൽറ്റ ഓൺ ബോത്ത് സൈഡ്സ്. നോക്കൂ ഡെൽറ്റ പി വി എന്താണ്, ഡെൽറ്റ പി വി എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് ഡെൽറ്റ പി ഇൻറ്റു വി എന്ന് എഴുതാം. ഇതെന്താണ്, ദിസ് ഈസ് കോൾഡ് ചെയിൻ റൂൾ, നമ്മുടെ ചെയിൻ റൂള് അല്ലേ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂളാണ്, ചെയിൻ റൂൾ അല്ല. പി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ടേമിന് എന്താക്കി എടുക്കാം, 0 ആക്കി എടുക്കാം. അപ്പം ദെൻ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി വി എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഓഫ് പി വി ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, ഡെൽറ്റ ഓഫ് എൻ ആർ ടി, that will be equal to ചേഞ്ച് എന്നും ആർ എന്താണ്, കോൺസ്റ്റൻസ് ആണ്. സോ കോൺസ്റ്റൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പുറത്ത് വരും, ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എൻ ആർ ഇൻറ്റു ഡെൽറ്റ ടി. പക്ഷേ ഇവിടെ നമ്മൾ 1 മോളാണ് എടുക്കുന്നത്. സോ ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു ആർ ഡെൽറ്റ ടി. സോ ആർ ഡെൽറ്റ ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, ആർ ഡെൽറ്റ ടിക്ക് പകരം നമുക്ക് പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഓക്കെ, പി ഡെൽറ്റ വി എന്ന് എഴുതാം. ഓർ ദിസ് ഈസ് ഈക്വൽ ടു 3/2 പി ഡി വി, ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇനി ഈ ഭാഗം ഒന്ന് മറച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കൂ, ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി യു എന്ന് പറഞ്ഞാൽ സി വി ഡി ടി ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി അല്ലേ, പി ഡെൽറ്റ വി ആണ്. പക്ഷേ ഡെൽറ്റ യു നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് ഡെൽറ്റ യു നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തത് 3/2 പി ഡെൽറ്റ വി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 3/2 പി ഡെൽറ്റ വി പ്ലസ് പി ഡെൽറ്റ വി. ദാറ്റ് ഇംപ്ലൈസ് 5/2 പി ഡെൽറ്റ വി. പക്ഷേ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ എന്താണ്, പി ഡെൽറ്റ വി ആണ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എന്തായാലും 2/5 ക്യൂ എന്ന് വരും. ഇങ്ങനെ ഈ ഇതും കൂടെ എടുക്കുമ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ 5/2 ഡെൽറ്റ വി ആണ്, പി ഡെൽറ്റ വി ആണ്. അങ്ങനെ പി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 2q/5 എന്ന് വരും. സോ ദിസ് ഈസ് വർക്ക് ഡൺ. So this is the expression. So അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നോക്ക്, 2/5 Q. Yes, option C is the correct answer.